ഫ്രണ്ട്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ അമ്പലങ്ങളിലൊക്കെ പോവാണ് കേട്ടോ. അപ്പം എന്തേണ്ട ബേബി ഉണ്ട്, വാവ വണ്ടിയുടെ അകത്താണ്, വാവയുണ്ട്, അങ്ങിയുണ്ട്, ഇപ്പോൾ പിന്നെ അമ്മയുണ്ട്. ഇപ്പോൾ വെളുപ്പിന് എത്ര ബേബി സമയം? രാവിലെ 6 മണി. ഞങ്ങൾ വെളുപ്പിന് എഴുന്നേറ്റ് ശേഷം 6 മണിക്കാണ് പോയത്. നമ്മളിനി അമ്പലങ്ങളിലൊക്കെ പോയിട്ട് വരാം. ഞങ്ങളിവിടെ അമ്പലത്തിലെത്തി. മിമ്മൂസ് വണ്ടിയിലിരുന്നൊന്ന് ഉറങ്ങിപ്പോയി. ഭാഗം മൂഡ് ഓഫ് ആയി കേട്ടോ. ഉറങ്ങിയപ്പോഴേക്കും പിന്നെ ഉള്ളിലേക്ക് ഞങ്ങൾ മൊബൈൽ അധികം എടുത്തില്ല. അതിനുശേഷം ഇതാണ് സർപ്പക്കുളം. പക്ഷെ ഇവിടെ ഫുള്ള് ആമയായിരുന്നു, ഒരുപാട് ആമകളുണ്ട്. ഇതേ കാണുന്നില്ലേ? അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പം നമ്മൾ എൻ്റെ അമ്പലത്തിലൊരു കുളമുണ്ട്. അവിടെ ഞാൻ വെറുതെ വന്നതാണ് മീനൊക്കെ കാണാൻ വിചാരിച്ചിട്ട്. നോക്കിയപ്പോൾ കണ്ട കാഴ്ച ഫുള്ള് ആമകളാണ്. നമുക്ക് വീഡിയോയിൽ ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നതുകൊണ്ട് അറിയത്തില്ല. നല്ല രസമുണ്ട്, കുറേ ആമകളുണ്ട്. ഒരുപാട് ആമയുണ്ട് കുളത്തിൽ. ആ പാമ്പിനെ പോലത്തെ ഞാൻ ആദ്യം കണ്ടപ്പോൾ വിചാരിച്ച് പാമ്പാണ്. പിന്നെ മനസ്സിലാക്കി അതിൻ്റെ മിമ്മൂസ് ആദ്യമായിട്ട് കാണുന്ന സാധനം. അടുത്ത് മിമ്മു ഇങ്ങ് പോര് മോനെ, മിമ്മു ബാബാ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനും ബേബിയും കൂടെ ഫോട്ടോ എടുക്കാൻ പോയ സമയത്തിന് ഇവർ ഉണ്ണിയപ്പൊക്കെ വാങ്ങിച്ച് പകുതിയോളം കഴിച്ചു കേട്ടോ. രണ്ടെണ്ണേ ബാക്കിയുള്ളൂ. അത് ഞാനും ബേബിയും കൂടി കഴിക്കാം. വേറെ പാക്കറ്റ് ഉണ്ട് കയ്യിൽ, അത് എനിക്ക് അത് ഞങ്ങൾ കഴിക്കും. അപ്പം ഞങ്ങൾ മണ്ണാർശാലയിൽ നിന്ന് തൊഴുതിറങ്ങി. ഇനി ഞങ്ങൾ നേരെ ഓച്ചിറ അമ്പലത്തിലോട്ട് പോവാം. മിമ്മൂസ് ഇതേ കളിപ്പാട്ടം വേണമെന്ന് പറഞ്ഞിട്ട് പിണങ്ങി നടക്കുക കേട്ടോ. ഇനി ഓച്ചിറ അമ്പലത്തിൽ പോയിട്ട് ഞങ്ങൾ കാട്ടിൽ മേക്കതിൽ അമ്പലത്തിലൊക്കെ പോയിട്ടാണ് വീട്ടിൽ പോവുള്ളൂ. ഹലോ ഹലോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഓച്ചിറ അമ്പലത്തിലെ കാർ പാർക്കിങ്ങിലാണ് കേട്ടോ. ഓച്ചിറ അമ്പലത്തിലെ കാർ പാർക്കിംഗ് അല്ല, ഓച്ചിറ അമ്പലത്തിൽ വന്നൊരു കാർ പാർക്ക് ചെയ്യുന്ന സ്ഥലത്താണ്. നമ്മളിനി കുറേ നടക്കണം ഓച്ചിറ അമ്പലത്തിലേക്ക്. ഇവിടെ ഒരു മൺവെട്ടി ഉണ്ടാകും, ഞാൻ കാണിച്ചു തരാം. അപ്പം അമ്മ കാർ പാർക്ക് ചെയ്യുമായിരുന്നു. അമ്മ കാർ പാർക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പം നമ്മൾ റോഡിലേക്ക് നടക്കുകയാണ്. അമ്പലത്തിലേക്ക് റോഡിൽ കൂടി നടക്കുകയാണ്. നമ്മൾ പെട്ടെന്ന് നടക്കുകയാണ്, കാരണം ഓച്ചിറ അമ്പലം നമ്മൾ പൊങ്കാല ഇടുന്നുണ്ട്. ഞാനില്ല, അങ്ങ് പൊങ്കാല ഇടുന്നുണ്ട്. അപ്പം പൊങ്കാല ഇടുന്നതിന് നമ്മൾ പെട്ടെന്ന് പോവാണ്. സമയത്തിന് എത്തുമെന്ന് അറിയത്തില്ല, നമ്മൾ പെട്ടെന്ന് പോവാണ്. നമ്മൾ വിചാരിച്ച സമയത്തിന് അവിടെ എത്തുമോ ഇല്ലയോന്നൊന്നും അറിയത്തില്ല. അപ്പം നമ്മൾ വീണ്ടും റോഡിൽ കൂടി നടക്കുകയാണ് കേട്ടോ. കുറേ വണ്ടികളൊക്കെ വരുന്നുണ്ട്. ഓച്ചിറമ്പലം എനിക്ക് തോന്നുന്നു എത്താറായി. കാരണം നമ്മൾ കാറിൽ വന്നു കഴിയുമ്പോൾ അറിയില്ലല്ലോ അമ്പലത്തിയോ. ഇപ്പം നമ്മൾ അമ്പലത്തിലെത്തി നടക്കുക. അമ്പലത്തിൽ കൂടിയല്ല, റോഡിൽ കൂടി നടക്കുകയാണ്. റോഡിൽ കൂടി അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നടക്കുന്നത്. അമ്മാമ്മ പുറകിലുണ്ട്. നമ്മളെല്ലാവരെയും കൂട്ടിയിട്ട് നടക്കുകയാണ്. ഇവിടെ ഉത്സവമാണ്, ഉത്സവ സീസണാണ് കേട്ടോ ഇവിടെയൊക്കെ. നമ്മൾ നേരത്തെ പോയിടവും ഉത്സവ സീസണായിരുന്നു. കുറേ ബലൂൺസൊക്കെ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും പൊങ്കാലി ഇടുമ്പോൾ നമുക്ക് എന്തായാലും കാണാം. നമുക്ക് എന്തായാലും അമ്പലം എത്തിയെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷെ അമ്പലം എത്തിയിട്ടില്ല.
കുറേ ഇങ്ങനെ പ്രാർത്ഥനയൊക്കെ കേൾക്കാറുണ്ട്. എനിക്കത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ അമ്പലത്തിലെ പ്രത്യേകിച്ച് അമ്പലത്തിലെ പാട്ടുകൾ വാക്കുകളൊക്കെ ഓച്ചിറ അമ്പലത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നല്ല തിരക്കാണ് ഇവിടെ, ഉത്സവം ആണ്. അപ്പോൾ അതുകൊണ്ടുള്ള തിരക്കാണ്. കാർ പാർക്കിംഗ് ഒന്നും ഇല്ലായിരുന്നു. കുറേ ദൂരം പോയിട്ടാണ് കാർ പാർക്ക് ചെയ്തിട്ട് വന്നത്. നല്ലൊരു അറ്റ്മോസ്ഫിയർ ഇവിടെ. ഒരുപാട് കടകളുണ്ട്. അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കണ്ട. കുറേ കടകളുണ്ട്. വലിയ കുട്ടിയാണ്ട് ഇതൊന്നും വാങ്ങിക്കണ്ട. നല്ല നല്ല കടകളും നല്ല നല്ല സാധനങ്ങളും. മെമ്മൂസ് ഓരോന്ന് കണ്ടിട്ടും എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്താ വേണ്ടേന്ന് പറ. വേണം മെമ്മൂസിന് കളിപ്പാട്ടം വേണമെന്ന് പറഞ്ഞ് കരയുവാണ്. വേണേ നമുക്ക് ചട്ടിയും കലമ്പും വാങ്ങിക്കാം ഇവിടുന്ന്. നല്ല തിരക്കുണ്ടെന്ന്, നല്ല തിരക്കുള്ള ദിവസം. പിന്നെ ഉത്സവ ദിവസമാണ്, അപ്പം അതുകൊണ്ടാണ് ഇത്രയും തിരക്ക്. എൻ്റെ വിശേഷ ദിവസങ്ങളിൽ മാത്രമല്ല അല്ലാത്ത ദിവസങ്ങളിൽ ഓച്ചിറമ്പലത്തിൽ എന്നും തിരക്ക് തന്നെയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അമ്പലത്തിൽ നിന്ന് തൊഴുത് ഇറങ്ങി കേട്ടോ. നമ്മളെന്തായാലും ഇനി കാട്ടിൽ പോയിട്ട് അങ്ങനെ നമ്മൾ കാട്ടിൽ മേക്കതിൽ അമ്പലത്തിലെത്തിയപ്പോൾ പൊങ്കാലയുണ്ടെന്ന് അങ്ങേക്ക്. അപ്പം ഇത്തിരി ലേറ്റായി പോയി, കാരണം ഹരിപ്പാട് നിന്ന് ഓടി ഇവിടെ എത്തിയപ്പോഴേക്കും ഇത്രയും ലേറ്റായി. ഇവിടെ നിന്ന് എടുക്കാൻ പറ്റത്തില്ല. ചെറിയ മക്കളുടെ ഡാൻസ് ഉണ്ടായിരുന്നു. എന്ത് രസമായിരുന്നു കാണാനായിട്ട്. തീരെ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഡാൻസ് പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. തിരുവാതിരക്കളിയും കൊച്ചുകുട്ടികളുടെ ഡാൻസ് പ്രോഗ്രാംസും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ ഇവിടെ. ഉത്സവമായതുകൊണ്ട് ഒരുപാട് പൊങ്കാല ഉണ്ടായിരുന്നു. അപ്പോൾ എന്നും എനിക്ക് തോന്നുന്നു ഉത്സവ ദിവസങ്ങളിലൊക്കെ ഇവിടെ വന്ന് പൊങ്കാല അർപ്പിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങയുടെ പൊങ്കാല കഴിഞ്ഞു. അങ്ങി നേദിക്കാൻ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇതേണ്ട അവിടുന്ന് ഇറങ്ങുവാണ് കേട്ടോ. പൊങ്കാല കഴിഞ്ഞിറങ്ങിയതല്ലേ? പൊങ്കാല കഴിഞ്ഞ് ഇറങ്ങുകയാണ് കേട്ടോ. അങ്ങീനെ ഞാൻ കൂട്ടിക്കൊണ്ട് വന്നതാണ്. അപ്പം ഇവിടെ ഒരു പൊങ്കാല ഇടാനൊരു നമുക്ക് അകത്ത് കയറി തൊഴണം. പൊങ്കാല മാറ്റി വെച്ചിട്ടാണ് അകത്ത് കയറി തൊഴുതത്. അങ്ങിട്ട് കഴിഞ്ഞിട്ട് വേണം ഇനി നമുക്ക് അമ്പലത്തിൽ കയറി തൊഴണം. അതേണ്ട ഞാൻ അവരവിടെ ഇരുത്തിയിട്ട് ഞാൻ അതേണ്ട ക്യാമറയും കൊണ്ട് അങ്ങി പൊങ്കാല ഇടുന്നിടത്തേക്ക് പോയതാണ് കേട്ടോ. അങ്ങി പൊങ്കാലയൊക്കെ ഇട്ട് കഴിഞ്ഞു. അപ്പം അങ്ങി പറഞ്ഞു ഇപ്പം വരാമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ടേ. പിന്നെ നമ്മളവിടെ ഇരുന്നപ്പോൾ ഒരു ഫാമിലി വന്നിട്ട് എൻ്റെ കൂടെ ഫോട്ടോ എടുത്തോട്ടെ. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോൾ അതേണ്ട ഞങ്ങൾ അമ്മാമ്മയും വാവയും ബേബിയും ഒക്കെ ആയിട്ട് അങ്ങിയൊക്കെ ആയിട്ട് മണി കെട്ടാൻ വേണ്ടിയിട്ട് പോകണ്ട. 7 പ്രാവശ്യം ചുറ്റണം. ഞങ്ങൾ 7 പ്രാവശ്യം ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബേബിക്കും വാവയ്ക്കും എനിക്കുമാണ് മണി കെട്ടിയത്. ഞാൻ ആ തോണിൻ്റെ അവിടെ എവിടെയോ ഇരുന്ന് വീഡിയോ എടുക്കുന്നു. അത് നമുക്ക് നല്ലതായിട്ട് മനസ്സിലാവുകയും ചെയ്യും. ഭയങ്കര തിരിച്ചു വന്നപ്പോൾ ഭയങ്കര ഇരുട്ട്. ഇവിടെ വന്നപ്പോൾ പ്രിയലക്ഷ്മി ഡോക്ടറുടെ മെഡിക്കൽ ക്യാമ്പ് നടക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ വളരെ അടുത്ത സുഹൃത്താണ് പ്രിയലക്ഷ്മി ഡോക്ടർ. അപ്പം ഡോക്ടറെ ഇവിടെ വെച്ച് കണ്ടു.
ഒരുപാട് ആളുകൾ നിന്നതുകൊണ്ട് കയറ്റിയപ്പോഴൊക്കെ നല്ല ടെൻഷനായിരുന്നു. കാറകത്തേക്ക് ജങ്കാറിലേക്ക് കയറ്റിയപ്പോൾ തിരിച്ചിറക്കിയപ്പോഴും അതേ ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ചേട്ടന്മാരൊക്കെ ഹെൽപ്പ് ചെയ്തു വണ്ടി. അങ്ങനെ നമ്മുടെ യാത്രയൊക്കെ വളരെ പീസ്ഫുള്ളായിരുന്നു. ഞങ്ങളൊരു 5 മണിയായപ്പോൾ വീട്ടിലെത്തി. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.